ശക്തി ഇല്ല, ധന ഇല്ല, പറഞ്ഞു കൊടുക്കാൻ കുറെ ആളുകളില്ല. അപ്പൊ ജനവും ധനവും അങ്ങനെയുള്ള ശക്തികളും പവറൊന്നും ഇല്ലാത്ത പാവപ്പെട്ട ഗ്രാമത്തിലെ പെൺകുട്ടി. അങ്ങനെ ആ കുട്ടി ഓടി എനിക്കൊരു സ്പോർട്സ് വുമൺ ആവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പഠിച്ചു. ആ സ്പോർട്സിന്റെ ഒരു സെലക്ഷന് വേണ്ടിയിട്ട് ഉത്തർപ്രദേശിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു. ഈ കഥ ചിലപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടോ. റീഡിങ്ങോ വായിഡിങ് പഠനമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന ഈ കഥ അറിയുണ്ടാവും. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനില് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കുമല്ലോ യാത്ര ചെയ്യാനായിട്ട്. നല്ല പൈസ ഉണ്ടെങ്കിൽ എ സിയിൽ കയറും, അല്ലെങ്കിൽ നീ സ്ലീപ്പറിൽ കയറും, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, ജനറൽ കമ്പാർട്ട്മെന്റ് എല്ലാ ടിക്കറ്റ് എടുക്കാൻ കയറാം. ഈ കുട്ടി ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു കയറിയത്. കുറച്ചു ദൂരം ട്രെയിൻ സഞ്ചരിച്ച് ഏകദേശം രാത്രി ഒരു 9 മണിയോട് അടുത്തപ്പോ ആ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിൽ 4 കൊള്ളക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരുടെ കയ്യിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് എല്ലാവരുടെയും ആഭരണങ്ങളും കയ്യിലുള്ള പൈസയും ഒക്കെ തട്ടുവായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ കുട്ടിയുടെ കഴുത്ത് വലിയ പൈസ കയ്യിൽ പൈസ ഒന്നുമില്ല, ചെറിയ 100 പോലത്തെ ഒരു ചെയ്യൽ കഴുത്തിലുണ്ടായിരുന്നു. അത് ചോദിച്ച് അവള് തോക്കും ചൂണ്ടിയപ്പോ അവള് നല്ല സ്പോർട്സിൽ ഓടിയൊക്കെ നല്ല ശക്തിയുള്ള യൗവനത്തിലുള്ള പെൺകുട്ടിയാണ്. ഒറ്റ തട്ടിന് അയാളെ കൈ കൽപ്പിച്ചു. എന്നിട്ട് നീ എന്നോടാണ് തൊടാൻ വരുന്നത്, എന്റെ സാധനം ഞാൻ തരാൻ ഉദ്ദേശിച്ചില്ല. അപ്പൊ അയാൾ പറഞ്ഞു നീ എന്നോടാണോ കളിക്കുന്നത്? അപ്പൊ അയാളുടെ 4 കൂട്ടുകാരെ വിളിച്ച് 4 പേരും കൂടി 4 യുവാക്കൾ ഈ ഒരു ചെറിയ പെൺകുട്ടീനെ, ഒരു പെൺകുട്ടിയല്ലേ എന്തായാലും പെൺകുട്ടികൾക്ക് ആകുമ്പോൾ അത്ര ശക്തി അവരുടെ ഫിസിക്കലി, അവര് 4 ആളും കൂടി പെൺകുട്ടീനെ ട്രെയിനിൽ നിന്ന് പുറത്തേക്കുള്ള ഡോറുണ്ടല്ലോ ആ ഡോറിന്റെ അവിടെ കൊണ്ട് പിടിച്ച് കൈകൾ പിടിച്ച് ഇങ്ങനെ ബന്ധാക്കുന്നത്. ഒരാൾ വായിട്ട് വ്യക്തി ചവിട്ട് വെച്ചു, അടിവയറ്റ് ചവിട്ടി കിട്ടിയുള്ള ബോധം. അപ്പൊ 4 ആളും കൂടി ഓടുന്ന ട്രെയിനിൽ നിന്ന് പെൺകുട്ടീനെ പുറത്തേക്ക് വലിച്ചത്. പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോ അപ്പുറത്തെ ട്രാക്കിലൂടെ ഒരു ട്രെയിൻ വരുത്തായിരുന്നു. ഭാഗ്യത്തിന് കാല് മാത്രം ട്രെയിനിന്റെ ട്രാക്കിൽ വിട്ടു. ആ കാല് മുറിഞ്ഞു. സമയം രാത്രി 9:30 കുറെ നിലവിളിച്ചു, ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കണം, പറയാൻ സഹായിക്കാൻ ആഗ്രഹിച്ചു. രാവിലെ 7 മണി ഒന്നെങ്കിൽ രാത്രി 9 മണി മുതൽ രാവിലെ 7 മണി വരെ എത്ര മണിക്കൂറാണ് ഉള്ളിലുള്ള ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? കണക്ക് പറയുന്നത് അതിലൂടെ 49 ട്രെയിൻ ആ രാത്രി കാലത്ത് കടന്നു. ഓരോ ട്രെയിൻ പോകുമ്പോഴും നമുക്ക് ഓർമ്മ വരും, ഉറക്കം നിലവിളിക്ക് രക്ഷിക്കണേന്ന്. ആരും രക്ഷിക്കാനില്ല. അങ്ങനെ രാവിലെ കൃഷിക്കാരൻ നാട്ടുകാരിറങ്ങിയപ്പോഴാണ് ഒരു പെൺകുട്ടി ട്രാക്കിൽ വെച്ച് വന്ന് നോക്കുമ്പോ മൂക്കില് ശ്വാസം. അപ്പൊ ഒരു മരിച്ചിട്ടില്ല കേട്ടോ, ശ്വാസം ഉണ്ട്. അങ്ങനെ ഈ കുട്ടിയെ കൊണ്ടുപോയി ഗ്രാമത്തിലെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. നമുക്കറിയാലോ ഗ്രാമത്തിലൊന്നും വലിയൊരു സൗകര്യങ്ങളൊന്നും ഉണ്ടാകില്ലല്ലോ. ഈ കുട്ടിക്ക് വെള്ളമൊക്കെ കൊടുത്ത് ഓർമ്മ വന്നു. കാരണം ഓപ്പറേഷൻ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ധരിപ്പിക്കാനുള്ള ഒരു വഴിയുമില്ല. ഈ കുട്ടി പറയാണ് ഒരു കാര്യം ചെയ്യൂ, എനിക്ക് ജീവിച്ചേ മതിയാവും, അതുകൊണ്ട് എന്റെ കാലിനെ നിങ്ങൾ ധരിപ്പിക്കാതെ തന്നെ വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്തു. അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പോഴേക്കും മഹിളാ മെസ്സേജ് ഇറങ്ങുന്നു, മഹിളാ സംഘടനകളൊക്കെ ഒന്നും ആക്റ്റീവായി. അങ്ങനെ ഭയങ്കര ഡെഫിനെ ഗവൺമെന്റിനോട് പറയുക, ഭാരതത്തിൽ സ്ത്രീകൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ, സുരക്ഷയില്ലെങ്കിൽ അവരെ എന്താണ് നമുക്കതിന് എതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സമരങ്ങളും ഒക്കെ ആരംഭിച്ചു. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞത് എന്തായിരിക്കും, ഇത് ഈ പെൺകുട്ടിയുടെ ദോഷമാണ്, പെൺകുട്ടി ഭയന്നിട്ട് പുറത്തേക്ക് ചാടിയപ്പോ സംഭവിച്ചതാണ്, അല്ലാതെ ആദ്യം തെളിയിക്കാനില്ല. അങ്ങനെ ആകെ ഈ കുട്ടിക്ക് ഒരു കൺസിഡറേഷൻ ആ ഗ്രാമത്തിൽ നിന്ന് ഡൽഹിയിലെ മെഡിക്കൽ കോളേജിൽ, ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് കിട്ടി. ട്രീറ്റ്മെന്റ് 2 വർഷക്കാലം ഈ ട്രെയിനിലേക്ക് വലിച്ചെറിഞ്ഞല്ലോ, ട്രെയിനിൽ വലിച്ചെറിഞ്ഞ തട്ടലിൽ ഒരുപാട് മുറിവുകളായി. ഈ കുട്ടി അതൊക്കെ വെച്ചുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുത്ത് കാല് പകുതി കാലം മുറിച്ചു കളഞ്ഞല്ലോ, ആ കാലിന് പകരം പൊയ്ക്കാൽ വെച്ച് നടക്കാൻ തുടങ്ങി. 2 വർഷം കഴിഞ്ഞ് ഫുൾ ഹെൽത്തി ആയപ്പോ ഗവൺമെന്റ് അവർക്ക് കൊടുത്ത ഗിഫ്റ്റ് എന്തായിരുന്നു അറിയോ? കാല് പോയതിന് പരിഹാരമായിട്ട് 25,000 രൂപ അനുവദിച്ചു. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, എനിക്ക് എന്റെ കാലിന്റെ ഇവിടെ 25,000 രൂപയല്ല, എനിക്ക് നിങ്ങളുടെ 25,000 രൂപ വേണ്ട. അങ്ങനെ ഗവൺമെന്റിന്റെ പൈസ സ്വീകരിച്ചില്ല. പക്ഷെ അവള് മല കയറാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്ത് കാലില്ല കേട്ടോ, ഒരു കാര്യമില്ല, പൊയ്ക്കാല് വെച്ച് മല കയറി എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയായി അവിടെ പോയി ഭാരതത്തിന്റെ പതാക പാലിച്ചു. അരുണിമ സിംഹാന്ന് പറഞ്ഞിട്ടുണ്ടോ? അവരെ കുറിച്ചാണ് അറിയിക്കുന്നത്. അവര് ആ സമയത്ത് അവർക്ക് ഇന്ത്യൻ ഗവൺമെന്റ് പത്മശ്രീ കൊടുത്ത ആവശ്യം. അങ്ങനെ അവര് ഒരു
മലയെല്ലാം കീഴടക്കിയായിരിക്കും. 7 മലകൾ കീഴടക്കി കഴിഞ്ഞു. കാര്യമില്ല, ഒരു കാലില്ല. അവസാനം അവിടെ ഒരു ഇന്റർവ്യൂ ചെയ്തു. ഇത്രയൊക്കെ ക്രൂരമായി നാട്ടുകാരും ഗവൺമെന്റും അല്ലെങ്കിൽ കള്ളന്മാരും ഒക്കെ വിധി എന്നോട് ഇങ്ങനെയൊക്കെ യുദ്ധം ചെയ്തപ്പോ നീ എങ്ങനെയാണ് ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇത്രയും ഒരു ലക്ഷ്യത്തിലെത്തിയത്? ഒരു കാര്യമായിരുന്നു, ഞാൻ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ദുഃഖങ്ങൾ സംഭവിച്ചു, എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും ഞാൻ സാഹചര്യത്തിനോ വിധിയിനോ കൂട്ടുകാരെയോ അല്ലെങ്കിൽ നാട്ടുകാരെയോ വീട്ടുകാരെയോ ഇന്ത്യൻ ഗവൺമെന്റിനോ ഒന്നും പഴിച്ചില്ല. എന്റെ ലക്ഷ്യം മാത്രമായിരുന്നു എന്റെ മുന്നിൽ. അതിനുവേണ്ടി അധ്വാനിക്കണം. അത് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. അവിടെ ഞാൻ ലഭിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലം ഇല്ലാത്ത ഒരാളെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കും ഇല്ല. പക്ഷെ പ്രോബ്ലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാലേ ഒരിക്കലും നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. നമ്മുടെ ഉള്ളില് ഒരുപാട് ശക്തികളുണ്ട്. ആ ശക്തികളെ ഉണരണമെങ്കിൽ നമ്മുടെ ഭഗവാൻ നമുക്ക് ഗിഫ്റ്റായി തന്നിരിക്കുന്ന വിശേഷമായ ശക്തികളെ യഥാപ്രകാരം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമുക്ക് നമ്മളെ കുറിച്ചൊരു ആഴത്തിലുള്ള ഒരു അറിവ് ആവശ്യം.